ഹലോ, പറയൂ. യാക്കത്തലീക്ക അതെ, എന്തല്ല വിശേഷം? നല്ലത്, സുഖം. ഞാന് ഒന്ന് വാദിക്കാനൊന്നും വിളിച്ചതല്ല കേട്ടോ. നിങ്ങളെ വീഡിയോ പറഞ്ഞോളെ. ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ, അപ്പൊ കുറച്ച് ഒന്ന് രണ്ട് ഇന്ത്യ ചെറിയ ഡൗട്ടുകളുണ്ടല്ലോ. അങ്ങനെ ആ, ഡൗട്ടല്ല, ഉം, അപ്പൊ കുറച്ച് അറിയാത്ത കാര്യങ്ങൾ വേഗം മെയിൻ പറഞ്ഞോളൂ. ഞാൻ എനിക്ക് ഓഫീസിലേക്ക് ഒരുപാട് ഇറങ്ങാൻ നിൽക്കാം. ഒരുപാട് ചോദ്യം ചോദിച്ചാൽ ഡീപ്പായിട്ടുള്ള അറിവെന്നുള്ള ഒരാളല്ല ഞാൻ. പറഞ്ഞോളെ. അപ്പൊ നമ്മൾക്കിപ്പോ ഏത് മതത്തിൽ വിശ്വസിച്ചില്ല എന്നല്ല എന്റെ ഒരു കൺസെപ്റ്റ്. ഉം. ഭക്തി എന്നത് മനുഷ്യന് ആവശ്യമുള്ളൊരു കാര്യമല്ലേ? ഭക്തിയോ? ഭക്തി നിർബന്ധമുണ്ടോ? ആവശ്യമില്ലാത്ത സാധനമാണ്, തീരെ ആവശ്യമില്ലാത്ത സാധനമാണ്. അവനവന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന സാധനമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. ഭക്തി ആവശ്യമില്ല. ഇല്ല, അത് ഇല്ലെന്നാണ് എന്റെ ബോധ്യം. എന്താണ് അതിന്റെ കാരണം ഒന്ന് മാത്രം ഒന്ന് പറഞ്ഞുതരുമോ? എന്റെ ആവശ്യമില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് വേറൊരു ശക്തിയുടെ മുമ്പില് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ മുമ്പില് നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ എന്താ പറയാ സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ? അതിന് ആ ശക്തിയുടെ മുമ്പിൽ അങ്ങോട്ട് അതിന് വിധേയപ്പെടുക, അതിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഭക്തിയായിട്ട് ഞാൻ എനിക്ക് അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടാൽ പറയാം, നമ്മൾ മനസ്സ് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത് കുറച്ചൊരു ഭക്തിയുള്ള ആൾക്കാരിൽ മാത്രമാണ്. അങ്ങനെ വെറുതെ തോന്നാണ് നിങ്ങൾക്ക്? ഇന്നെ കണ്ടിട്ട് മനസ്സ് സോഫ്റ്റ് ആയിട്ട് തോന്നില്ല? അങ്ങനല്ല, ഞാൻ ടോട്ടലി ഞാനിപ്പോ ഒരുപാട് രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് മതത്തിലുള്ള ഒരാളാണെങ്കിലും നമുക്ക് ഒരു പിന്നെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത്. നിങ്ങൾ അങ്ങനെ ചിലത് കണ്ടു, ചില ഭക്തിയുള്ള ആൾക്കാരെ മതത്തിലെ വേഷത്തിൽ കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഇതേ അവസ്ഥയിൽ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ മനുഷ്യരോട് പെരുമാറുന്ന ഭക്തിയുള്ള ആൾക്കാരും വന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല യഥാർത്ഥ ഭക്തിയുള്ള ആൾക്കാർ. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെഫിനിഷൻ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഭക്തി എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഭക്തിയുള്ള ആളാണ് എന്നുള്ളത്, നിങ്ങൾ വിനയുള്ള ആളെ ഭക്തിയുള്ള ആളായിട്ട് ആക്ഷേപിക്കാണോ, അതോ ഭക്തിയുള്ള ആൾക്കാരെല്ലാരും വിനയുള്ളവരായിരിക്കുമെന്ന് പറയാണോ? നല്ല ഭക്തിയുള്ള ആൾക്കാർക്കാണ് വിനയം ഉണ്ടായിരുന്നത്. അല്ലാന്ന്, ഈ ഭക്തിയും വിനയവും തമ്മിൽ പ്രത്യേകിച്ച് തോന്നില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ചാല് എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുമ്പോ വിനയം ഉണ്ടാവുക? എങ്ങനെയാ മെക്കാനിസം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞേര് കേക്കട്ടെ. അത് കൂടുതലും എനിക്ക് പറയാൻ അറിയില്ലോ. ഇത് വെച്ചാല് അല്ല, ഈ ഭക്തിയും വിനയവും തമ്മിൽ നമ്മളെ കാഴ്ചപ്പാടാണ് എന്ന് പറയാം. അപ്പൊ നല്ല വിനയുള്ള ഒരാള് അയാളൊരു മതപുരോഹിതന്റെ വേഷത്തിലോ അല്ലെങ്കിൽ മതപണ്ഡിതന്റെ വേഷത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ഭക്തനായിട്ടുള്ള ഒരു രൂപത്തിലോ നമ്മൾ കാണുന്നു. പുരോഹിതന്റെ വേഷത്തിലും മതപണ്ഡിതന്റെ വേഷത്തിലും സാധാരണ ജനങ്ങളിൽ, സാധാരണ മനുഷ്യരിൽ ഭക്തിയുള്ളവരും ഭക്തിയില്ലാത്തവരിലും ഒരു മനുഷ്യന്റെ വിനയം അതല്ലെങ്കിൽ മറ്റു മനുഷ്യരുള്ള സഹാനുഭൂതി, സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന സാധനമാണ്. അത് ഭക്തിയായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് ഭക്തി ഉണ്ടാവണമെന്ന് നിർബന്ധമേ ഇല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഇത്രയും ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ കൂടി നമുക്ക് ഈ ദുനിയാവില് ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ഒരു നല്ലൊരു ജീവിതം കിട്ടണല്ലോ. അപ്പൊ അതിനൊരു നന്നായി ജീവിക്കാൻ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വഴി എന്താണ്? നന്നായിട്ട് ജീവിക്കാന്നുള്ളത് നമുക്ക് ആരെയും നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യവും ഇപ്പൊ ഒരു പ്രത്യേക മതത്തിലോ അല്ലെങ്കിൽ എല്ലാ മതത്തിലും പൊതുവായിട്ടോ വിശ്വസിക്കുന്നവരിൽ എല്ലാവരിലും ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവുകയും വിശ്വാസമില്ലാത്തവരിൽ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാലിഡ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസമുള്ളവരൊക്കെ വിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണ്ടാവും? ഇല്ലല്ലോ, ഇല്ല. വിശ്വാസം ഇല്ലാത്തവരെല്ലാം നല്ല രീതിയിൽ ജീവിക്കാത്തവരാണോ? അല്ലല്ലോ. ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് നമ്മൾ വെറുതെ ഒരു ആരോപണം പറയാന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയെന്ന് വെറുതെ പറയാം. ഇത് മനുഷ്യന്റെ ജനിതകപരമായിട്ടുള്ള കുറെ ഗുണങ്ങളും പിന്നെ മനുഷ്യരെ ആർജിക്കുന്ന കുറെ അറിവുകളും ചിന്തകളും മനുഷ്യർ സമൂഹത്തിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന മൂല്യങ്ങളും ഇതൊക്കെ കൂടെ ഇതിനൊക്കെ ഒരു ആകെത്തുകയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിച്ച, കുടുംബത്തിൽ അനുഭവിച്ച അവസ്ഥകളും കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം അവനവന്റെ ജനിതകപരമായിട്ട് തന്നെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ നമ്മള് സമൂഹത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പൊതുവെ അറിയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഗുണകരമാണ്, നമുക്ക് ഗുണകരമാണ്, സമൂഹത്തിന് ഗുണകരമാണ്,
കുടുംബത്തിന് ഗുണകരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. അതിന് മതത്തിന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റോളില്ല. ഇല്ല റോളൊന്നുമില്ല, അതൊക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളൊരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു അർത്ഥം, ഭൂമിയിൽ ഒരു പോത്ത് ജനിച്ച് ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒരർത്ഥമില്ല, അത്രേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം. പിന്നെ ആ ജീവിതം കൊണ്ട് മനുഷ്യർ ആർജിച്ചിട്ടുള്ള കുറെ കഴിവുകളുണ്ട്. മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ ആർജിച്ചതല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മനുഷ്യർ ആർജിച്ചെടുത്തിട്ടുള്ള കുറെ പ്രത്യേകതകളുണ്ട്. അത് മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രത്യേകതകൾ കൊണ്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തി മനുഷ്യരെത്തിയിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നോർത്ത് സെന്റിനൽ എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപുണ്ട്. ആ ദ്വീപില് മനുഷ്യന്മാരെ നിങ്ങൾ വെറുതെ ചെറിയ അപൂർവമായിട്ട് വീഡിയോ ക്ലിപ്പുകളൊക്കെ കിട്ടുള്ളൂ, അവരെ കുറിച്ച് പഠിച്ചാൽ മതി. അവരും നമ്മളൊക്കെ ഒരേ തരം മനുഷ്യന്മാരാണ് ശാരീരികമായിട്ട്. പക്ഷെ അവർ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന പോലെ അല്ല. ദാറ്റ് മീൻസ് മനുഷ്യർ ആർജിച്ച ഈ സാമൂഹികമായിട്ടുള്ള പുരോഗതിയിൽ ഏതോ ഒരു ഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി. മനസ്സിലായി? ഈ പുരോഗതിയുടെ മെയിൻ കാരണം മനുഷ്യന്മാർ ഇന്ന് ജീവിക്കുന്ന പുരോഗതിയുടെ മെയിൻ കാരണം മനുഷ്യന്റെ തലച്ചോറിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. അതെ, ആ തലച്ചോറിലുള്ള മാറ്റത്തിലൂടെയാണ് നമ്മളെ മൊത്തത്തിൽ ടോട്ടൽ ഒരു അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലാന്ന് ഞാൻ പറഞ്ഞു. അതൊരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക മനുഷ്യരിൽ തുടങ്ങി ഒരു പ്രത്യേക മനുഷ്യ വിഭാഗത്തിൽ ഉണ്ടായി വന്നതല്ല. അതിന്റെ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് നോർത്ത് സെന്റിനൽ കാണിച്ചു തന്നത്. ശാരീരിക ഘടനയിലും ബാക്കിയുള്ള അവയവങ്ങളിലും അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ജീവിതത്തിലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതേ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അവര്. അവരുടെ ജീവിതം കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഒരു മൃഗങ്ങളൊക്കെ അതുപോണല്ലേ? അല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ. അതാ ഞാൻ പറഞ്ഞ മനുഷ്യനെ ബേസിക്കലി ഒരു മൃഗം തന്നെയാണേ. നമ്മളെന്തോ വേറെ സംഭവമൊന്നുമല്ല. പട്ടിയും പൂച്ചയും പോത്തും ആടും എരുമയും ഒക്കെ പോലെ തന്നെ ഒരു ജീവി, ഒരു മൃഗം തന്നെയാണ് നമ്മളും. നമ്മൾ മൃഗമല്ല എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കിയാണ്. പോത്തിനറിയില്ലല്ലോ ഇപ്പൊ പോത്ത് മൃഗമാണ്, നമ്മൾ മനുഷ്യനാണെന്ന്. മനുഷ്യന്മാർക്ക് മൃഗങ്ങളിലെ ഉള്ളതിനേക്കാളും ചിന്തിച്ച് നല്ലതും ചീത്തവും തിരിച്ചറിയാനുള്ള, അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല. അത് കാലക്രമേണ ഒരുപാട് വർഷത്തെ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആ മാറ്റത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെ ഇരിക്കും എന്നതിനാണ്, ആ പുരോഗതിയിൽ ഏതെങ്കിലും ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വിഭാഗമാണ് നമ്മൾ നോർത്ത് സെന്റിനൽ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അവർക്ക് ഭൗതികമായിട്ടുള്ള അറിവില്ല, നമുക്ക് അറിവുണ്ട്. ആ അറിവിന്റെ പങ്കുവെക്കലിലും ആ അറിവിന്റെ വികാസത്തിലും ആ ഒരു സാമൂഹികമായിട്ടുള്ള എന്താ പറയാ എവല്യൂഷനിലും അവര് ഏതോ ഘട്ടത്തിൽ അകപ്പെടാതെ പോയി, അവരും അതിന് പുറത്തുപോയി. മനസ്സിലായോ? അത് ഭൂപ്രകൃതിയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം, എനിക്കറിയില്ല, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഈ അറിവും കാര്യങ്ങളും, നമ്മളിപ്പോ ഇന്ന് ജീവിക്കുന്ന ഈ നിലപാടിലല്ല ഒരു 100 കൊല്ലം മുമ്പ് കേരളത്തിലെ ഈ മാറ്റത്തിനില്ലേ, നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്തൊരു മാറ്റമാണ് നമ്മളിപ്പോ ഈ ഒരു അവസ്ഥ. അതിന് ആ ഒരു മാറ്റത്തിന് വേദങ്ങളും പുസ്തകങ്ങളും ഒരു കാരണമല്ലേ? എല്ലാ പുസ്തകങ്ങളും കാരണമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഓരോ കാലത്ത് അതാ പറഞ്ഞ മനുഷ്യരുടെ പങ്കുവെക്കല്, അറിവുകള്, സംസ്കാരം ഇത് ഡെവലപ്പ് ആകുന്ന ഘട്ടത്തില് മതങ്ങളും മതങ്ങളുടേതായിട്ടുള്ള റോള് നിർവഹിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. മതങ്ങള് അത് ഒരു ഉരുത്തിരിഞ്ഞ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇന്റൻഷനും അതിന്റെ അടിസ്ഥാനം എന്തോ ദൈവികമായ എന്തോ സാധനമാണെന്ന് പറയണതൊക്കെ വെറും പൊട്ടക്കഥകൾ മാത്രമാണ്. അപ്പൊ ദൈവികമായ ഒരു ശക്തി ഇല്ല. ദൈവികമായ ഒരു ശക്തി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പുസ്തകം തരും, മതം കൊടുക്കും, ആരാധന പഠിപ്പിച്ചു കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ മനുഷ്യരുടെ അറിവും അറിവുകേടിൽ നിന്നുണ്ടായ സാധനങ്ങളായിട്ടുള്ള ഒരു ശക്തി ഇല്ല. എങ്ങനെ? ഭൂമിയിൽ ദൈവികമായിട്ടൊരു ശക്തി ഇല്ല എന്നാണ് എന്റെ ബോധ്യം. അതെ അതെ, എന്റെ ബോധ്യം അതാണ്. ഈ മതങ്ങളൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ആകാശത്തുനിന്ന് താഴത്തേക്ക് നോക്കിയിരുന്ന് ആൾക്കാരെന്താ ചെയ്യണ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മാറ്റത്തിന് ഇതുണ്ടല്ലോ അല്ലെ, വേദങ്ങളെയും പുസ്തകങ്ങളെയും അതിപ്പോ നമ്മളെ ചിന്തയിലെ ഒരു കാലത്ത് മാതൃഭൂമിയും മനോരമ ആഴ്ച പതിപ്പും നമ്മളെ നാട്ടിലുള്ള സീരിയലുകളും ഒക്കെ മനുഷ്യരുടെ ചിന്താഗതിയെ സ്വാധീനിച്ചിട്ടുണ്ടാവും. സിനിമകളും ഉണ്ടാവും.
എന്തിനു വരെ നമ്മള് മുത്തുച്ചിപ്പി നാണയം വരെ മനുഷ്യന്റെ നല്ല ചിന്തക്ക് കാരണം നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, നല്ലതോ ചിന്തയോ ആയിട്ടുള്ള മനുഷ്യന്റെ ചിന്തകൾക്കും പിന്നെ മാറ്റങ്ങൾക്കും ഒക്കെ പല പുസ്തകങ്ങളും പല കാലഘട്ടത്തിലെ പുസ്തകങ്ങളും സിനിമകളും നാടകങ്ങളും ഒക്കെ കാരണമായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഒരേ എലമെന്റ് അല്ലാന്ന്. ഈ മതപുസ്തകങ്ങളില് മതഭേദങ്ങളില് മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളിപ്പോ മനുഷ്യന്റെ ഒരു ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്നത് ഒരു മൃഗത്തിനുള്ള അതേ അവസ്ഥയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു ഇതൊന്നുമില്ല. എന്തായിട്ടുള്ളത് നമ്മൾ അതാ പറഞ്ഞ നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള എവല്യൂഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകത, ആ പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭൗതികമായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കുറെ മാറ്റങ്ങൾ, സാമൂഹികമായിട്ടുള്ള എവല്യൂഷൻ. ഇത് മനുഷ്യന്റെ തലച്ചോറ് ഉപയോഗപ്പെടുത്തി മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലാത്തതൊന്നും ഭൂമിയിൽ മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നേ ഇല്ല. മനസ്സിലായി? അപ്പൊ ഇത് ഈ പറയുന്ന പോലത്തെ ഈ മതത്തിന്റെ കഥകൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ മതഗ്രന്ഥങ്ങളൊക്കെ ഒരു കാലത്ത് ആൾക്കാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ മതഗ്രന്ഥങ്ങളിലേക്ക് ആ സാധനം കിട്ടിയത് എവിടുന്നാ? മനുഷ്യനിലൂടെ. അത് മനുഷ്യൻ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അതുവരെയുള്ള മനുഷ്യരുടെ അറിവുകളിൽ നിന്ന് സ്വരുക്കൂട്ടിയെടുത്തതാണ് ഈ മതഗ്രന്ഥങ്ങളിലുള്ള സാധനം. ചിലവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്രത്യേക നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു മതഗ്രന്ഥം കെട്ടിപ്പിടിച്ചിട്ട് ഇനി ഒരു മാറ്റമല്ല, ഇത് തന്നെയാണ് അവസാനത്തെ എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ ലോകത്തിന് മുമ്പിൽ പരിഹാസ്യരാകുന്നു. അതുകൊണ്ട് അവർ മനുഷ്യരിൽ വെറുതെ ആ കാലഘട്ടത്തിലുള്ള സംസ്കാരത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ മനുഷ്യരെല്ലാ രീതിയിലുള്ള ഉന്നതമായ ഒരു നല്ലൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാർ അതുവരെയുള്ളതിൽ മികച്ച കാലഘട്ടത്തിലായിരിക്കും. അത് ഇനി മുന്നോട്ട് പോകും. മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര കാലം എങ്ങനെയാണോ ഇവോൾവ് ചെയ്തത് ഇതേ പിന്നെ ഇങ്ങനെ തന്നെ പുരോഗതി മനുഷ്യരുടെ ചിന്തയിലും പഠനത്തിലും അറിവിലൊക്കെ ഇനി ഉണ്ടാവും. ഇനിയും മനുഷ്യർ പുരോഗമിക്കും, മുന്നോട്ടേ പോകുള്ളൂ. അപ്പൊ നിലവിൽ പഴയ ഒരു കിതാബിന്റെയും ഗ്രന്ഥത്തിന്റെയും ഒരാവശ്യമില്ല. അത് നേരെ എടുത്ത് തോട്ടുക്കാൻ ഇട്ടാൽ മതി, ആ മനുഷ്യന്റെ പകുതി പ്രശ്നം തീരും. നമ്മൾ എന്ത് ഫോളോ അപ്പ് ഒരു സാധാരണ ഒരു മനുഷ്യന് ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളും, വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഒരുപാട് അറിവുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു റൂട്ട് ഉണ്ടാവും ജീവിക്കാൻ, എങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പൊ കാര്യമായിട്ട് ഒരു റൂട്ടും വേണ്ട. ഒരു മനുഷ്യർ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ദേശരാഷ്ട്രങ്ങൾ എന്നുള്ള സങ്കല്പത്തിലാണ്. അതായത് നിങ്ങളെ പഞ്ചായത്ത് വാർഡ് മുതൽ പഞ്ചായത്ത് മുതൽ നിയമസഭ, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് അല്ലെ, ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള പൊളിറ്റിക്കൽ പിന്നെ കൃത്യമായിട്ടുള്ള പരിമിതികളുണ്ട്, ആ സ്ട്രക്ചർ ഉണ്ട്. ആ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഭരണഘടനയാണ്. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് ഇന്ത്യ രാജ്യത്തിന്റെ പൊതു ഭരണഘടനയിൽ പൊതുവായിട്ട് അംഗീകരിക്കാൻ നിർബന്ധിതനാണ്. ഇനി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നിയമം ഉത്തരേന്ത്യയിലെ നിയമം വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ യു പിയിലെ നിയമവും കേരളത്തിലെ നിയമവും വ്യത്യാസം ഉണ്ടാവും. അത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ കൂടി ആലോചിച്ച് കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടാകുന്ന ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. അതും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ കോഴിക്കോട് കളക്ടറേറ്റിന് അകത്ത് അവിടെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാകും. അത് ഓരോരോ മേഖലകളിലായിരിക്കും അവർക്ക് അധികാരങ്ങൾ ഉണ്ടാവുക. ആ അധികാര പരിധിയിൽ ഓരോ ആളുകൾക്ക് ഓരോരോ നിയമങ്ങൾ ഉണ്ടാവും. അതൊക്കെ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതാണ് മനുഷ്യർ പാലിക്കേണ്ട നിയമങ്ങൾ, അതാണ് മനുഷ്യൻ പാലിക്കേണ്ട മൂല്യങ്ങൾ. അല്ലാതെ നമ്മൾ ഒരു മതത്തിന്റെ ഇതിലും നമുക്കൊരു കാര്യവും അതിനൊന്നും ഒരാവശ്യമില്ല. ആ പുസ്തകങ്ങൾ എടുത്ത് പകുതി തോട്ട് കിട്ടു കഴിഞ്ഞാല് ആ മൊത്തം പുസ്തകങ്ങൾ വാരിക്കൂട്ടി തോട്ട് കിട്ടിട്ട് ഒരു ഭരണഘടന വാങ്ങി വീട്ടിൽ വെച്ച്. ഞാൻ പുസ്തകം വായിക്കാത്ത ആളാണ്, പക്ഷെ നമ്മൾ ജനിച്ച് വന്ന രീതിയിൽ അത് നമ്മളിങ്ങനെ പഠിപ്പിച്ചതാണ്. നമുക്കൊരു അടിത്തറ കിട്ടിയത് നമ്മൾ വെറുതെ തോന്നാണ്, വെറുതെ നമുക്ക് തോന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ച് മരിക്കുന്നത് ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു മൃഗത്തിന് തുല്യമായിട്ടാണെന്നല്ല, നമ്മളൊരു മൃഗമാണ്. എന്തിനു മൃഗത്തിന് തുല്യാക്കണം? നമ്മൾ മൃഗം തന്നെയാണ്. നമ്മൾ മറ്റു മനുഷ്യരല്ലാത്ത മറ്റു ജീവികളെ നമ്മൾ മൃഗങ്ങൾ എന്ന് വിളിച്ചത് കൊണ്ട് അവർ മൃഗങ്ങളായി, അത്രേ ഉള്ളൂ, അല്ലേ? അപ്പൊ അതേ ഒരു ബുദ്ധിയും അതൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. അതൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. ഇപ്പൊ പോത്തും ആടും മൃഗമാണെന്ന് വെച്ചിട്ട് പോത്തും മൃഗം ഒരേ ഗുണങ്ങളുള്ളതാണോ? അല്ലല്ലോ. അപ്പൊ അതിനേക്കായൊക്കെ നിങ്ങൾക്ക് ഇത്ര നേരം ഞാൻ സംസാരിക്കുന്നതൊന്നും മനസ്സിലായില്ല? മനസ്സിലായി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മളും മൃഗം തന്നെയാണ്, മനുഷ്യനും ഒരു മൃഗമാണ്.
മനുഷ്യൻ എന്ന മൃഗം മറ്റു മൃഗങ്ങളെ മൃഗങ്ങൾ എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡൗട്ടും കൂടിയോ ഈ നമ്മളിവിടെ ജീവിച്ച് മരിക്കാന്നല്ലാണ്ട് പിന്നെ നമുക്ക് ഒന്നുമില്ല, അതോടെ കഴിഞ്ഞു, ഒന്നുമില്ല. അതോടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ഈ നമുക്കൊന്നുമില്ല. ഇനി ഈ നമ്മളില്ല. ഈ നമ്മളില്ല. പിന്നെ നമ്മളെ കയ്യിന്നോ കണ്ണെന്നോ കാതുന്നോ ചില പുഴുക്കൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെ ജീവികൾ ഉണ്ടാവുക, അതൊക്കെ ചെയ്യും. ചിലപ്പോ ചെടികൾ മുളച്ചു വരികയൊക്കെ ചെയ്യും. അത് കാര്യം. നമ്മളെ ആത്മാവിന് ആത്മാവ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇല്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരുടെ അറിവുകൾ അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ സങ്കല്പിച്ചെടുത്ത കുറെ കഥകളുണ്ട്. അതിലൊന്നാണ് ദൈവം, അതിലൊന്നാണ് ആത്മാവ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോ നമ്മളെ രാജ്യത്ത് പറ്റൂല, നമുക്ക് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ അവർക്കൊരു ഉപദ്രവം ചെയ്യാനോ അങ്ങനെ ജീവിക്കാനോ നമുക്ക് പറ്റൂല. നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ നടന്നൂടെ? കള്ളു കുടിച്ചോ ലഹരി ഉപയോഗിച്ചോ എങ്ങനെ നമുക്ക് നടന്നൂടെ? അതിനൊന്നും കുഴപ്പമില്ലല്ലോ. അത് നിങ്ങളല്ലേ തീരുമാനിക്കണ്ടേ? അല്ല, അതിന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം, വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഒരാൾ മദ്യം ഉപയോഗിക്കുന്നു, ഓക്കെ, മദ്യം ഉപയോഗിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് കുറ്റകരമായ കാര്യമല്ല, അല്ലല്ലോ. നിങ്ങൾ കള്ളു കുടിക്കണ്ടോ? അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും മതം അനുവദിക്കാത്തോണ്ട് കുടിക്കാത്തവരാണ്. മതം അനുവദിക്കുന്നവർ കള്ളു കുടിക്കുന്നവരുണ്ട്, മതപരമായ ഒരു വിശ്വാസം ഇല്ലാത്തവർ കള്ളു കുടിക്കാതെ നിൽക്കുന്നവരുണ്ട്. മതത്തിൽ പറഞ്ഞത് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്നവരുണ്ട്. ബിസ്മി ചൊല്ലി കള്ളു കുടിക്കുന്നവരുണ്ട്. ബാറിലിരുന്ന് കള്ളു കുടിക്കുമ്പം പോർക്ക് കൊണ്ടെന്ന് വെച്ചാൽ അയ്യേ പോർക്ക് നമുക്ക് ഹറാമാണെന്ന് പറഞ്ഞ് ഉന്തുന്നവരുണ്ട്. ഓക്കെ, ഇനി മദ്യത്തിലേക്ക് വരാം. മദ്യം ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. ആ മദ്യത്തിന്റെ അപ്പൊ എങ്ങനെ ഒരു വ്യക്തി വിവേകപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു വ്യക്തി എന്ത് തീരുമാനം എടുക്കും? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ജീവിതം ജീവിക്കുക എന്നുള്ളത്, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരാളുടെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം, അല്ലെ? അങ്ങനെ ജീവിക്കുമ്പോ ഈ മദ്യം ആ ജീവിതത്തിന് ഗുണകരമാണോ ദോഷമാണോ? നിങ്ങൾ പറയും, ഒറ്റ വാക്കി പറയും. ചില സമയത്തൊക്കെ അത് ഒരു സമയത്ത് ഒരു ഗുണമില്ല. അങ്ങനെ ഒരു പഠനവും നിലവിലില്ല. മദ്യം ഏതളവിലും ഏത് സമയത്തും മദ്യം മനുഷ്യന് ഹാനികരമാണ്. അത് പ്രൂവൺ ആയിട്ടുള്ള സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ വിവേകമുള്ള ആൾക്കാർ അത് ഉപയോഗിക്കൂല. വിവേകമുള്ളവരും ചിലപ്പോൾ അത് ഉപയോഗിക്കും, ചിലപ്പോൾ അത് ഉപയോഗിക്കൂല. പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കലാണ് ശരി എന്ന ഉത്തമമായ ബോധ്യമുണ്ട്. പിന്നെ നിങ്ങളിപ്പോ ഒരു കള്ളു കുടിച്ചു എന്നതുകൊണ്ട് എന്റെ മേല് തട്ടൂല. ഏതുകൊണ്ട്? നിങ്ങൾ കള്ളു കുടിക്കുന്നതിന് ഞാൻ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ സുഹൃത്തുക്കളാണ്, നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, മദ്യപിക്കരുത്. മദ്യം മനുഷ്യന് ആരോഗ്യത്തെ നശിപ്പിക്കും, മാനസികാരോഗ്യത്തെ നശിപ്പിക്കും, അതേപോലെ ശാരീരിക ആരോഗ്യത്തെ നശിപ്പിക്കും, അതേപോലെ തന്നെ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് മദ്യം മോശമാണ്, തെറ്റാണ്. അത് പറയാൻ വേണ്ടിയിട്ട് അത് പറയാൻ വേണ്ടി 15 കൊല്ലമൊന്നും കാത്തിരിക്കണ്ട, അറിവുള്ള ആളെ സംബന്ധിച്ച്. മുഹമ്മദ് നബി ഇസ്ലാം തുടങ്ങിയിട്ട് 16ാമത്തെ കൊല്ലാണ് മദ്യം നിരോധിക്കുന്നത്. അതിന്റെ കാരണം കള്ളു കുടിച്ചിട്ട് കൂടെയുള്ള ആൾക്കാർ തമ്മിൽ തല്ലിയതും നിസ്കാരത്തിൽ സൂറത്ത് ശരിയാവാത്തോണ്ടാണ് മദ്യം നിരോധിച്ചത്. അല്ലാതെ മദ്യം പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോ ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തിപരമായി മാത്രം നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ തീരുമാനങ്ങൾ വിവേകപൂർണമായിട്ട് എടുത്താൽ വ്യക്തിപരമായിട്ട് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു കാര്യം എത്ര വലിയ തെറ്റ് ചെയ്താലും അതിന് പിന്നീട് ശിക്ഷയും കാര്യങ്ങളും തെറ്റും ശരി എന്നുള്ളത് തന്നെ ഈ വ്യത്യാസമാണെന്നേ പറയാം. അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റല്ല, അത് കുറ്റമായതുകൊണ്ടല്ല, അത് ദോഷമാണ്, ഹാനികരമാണ്. മനസ്സിലായോ? അതേ സമയത്ത് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപയോഗത്തിൽ നമ്മൾ റെസ്ട്രിക്ഷൻ വെക്കുന്നത്. അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മയക്കുമരുന്ന് നിങ്ങൾക്ക് മാത്രമേ ദോഷം ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. മനസ്സിലായോ? എനിക്ക് അല്ല, അതാ പറഞ്ഞ അല്ല. അത് മറ്റു സമൂഹത്തിലെ മറ്റു പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല ആളുകളുടെയും സെക്യൂരിറ്റിനെ അത് ബാധിക്കും. കാരണം നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങളല്ലാതായി പോയി. മനസ്സിലായോ? പിന്നെ നിങ്ങൾ എന്താ കാണിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലൊന്നും ആയിരിക്കില്ല. അപ്പൊ അത് മറ്റുള്ള മനുഷ്യരെ ബാധിക്കും. പിന്നെ സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിലും ആ മനുഷ്യന്റെ ആയുസ്സിലും അയാളുടെ സുരക്ഷയിലൊക്കെ സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരത്തിന് അത്രയും ഹാനികരമാകുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് തന്നെ നിയന്ത്രിക്കുന്നതും നിരോധിക്കുന്നതും. മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ജനിച്ചു വീഴുന്ന ഓരോ പൗരന്റെയും ആരോഗ്യത്തിലും മാനസികാരോഗ്യത്തിലും ശാരീരിക ആരോഗ്യത്തിലൊക്കെ സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്തമുണ്ട്.
അതെ. സ്റ്റേറ്റിന് രക്ഷകർത്തൃത്വം ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ കള്ളുടിച്ചു, നിങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് കള്ളുടിച്ചു, അയലോക്കക്കാരന്റെ വേലി തല്ലി പൊളിക്കാൻ സമ്മതിക്കുവോ? അല്ല, നമ്മൾ മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാണ്ട് നമുക്ക് ചെയ്തു. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാതെ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അത് ഏതൊക്കെ തരത്തിൽ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും സ്റ്റേറ്റ് നോക്കും. അതുകൊണ്ടാണ് മയക്കുമരുന്ന് സമൂഹത്തിന് ആകെ ദോഷമായതുകൊണ്ട് നിരോധിക്കുന്നത്. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകും, നിങ്ങൾക്കും ഉപദ്രവം ഉണ്ടാവും, മറ്റൊരാൾക്കും ഉപദ്രവം ഉണ്ടാവും. അതൊക്കെ അങ്ങനെ. ഞാന് മദ്യപിക്കാറില്ല. എന്റെ ഒരു സുഹൃത്തുണ്ട്, എല്ലാ ലഹരി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നിലവിൽ കിട്ടുന്ന എല്ലാ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ആള് ഭയങ്കര സൈലന്റ് ആണ്. അവനിൽ അത് ഒതുങ്ങല്ലാണ്ട് മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടല്ല. പക്ഷെ അത് കാരണം അവന്റെ ലൈഫിന് ഒരു എന്താ പറയാ, ഒരു ഘടന ഇല്ല. നമ്മളെ സംബന്ധിച്ച് അപ്പൊ തെറ്റല്ലേ? തെറ്റാണ് അല്ലേ? അത് അയാളുടെ ജീവിതം തന്നെ നശിപ്പിക്കും. നമ്മുടെ പ്രാഥമികമായിട്ടുള്ള അവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. സുഹൃത്തെ, അതാ പറഞ്ഞത്. അയാളോട് ചെയ്യുന്ന തിന്മയാണ്, തെറ്റാണത്. അയാളുടെ ജീവിതത്തോട് ചെയ്യുന്ന തെറ്റാണ്. ഓക്കെ. പിന്നെ അയാൾ എന്തുകൊണ്ട് തെറ്റുകാരനാവുന്നു? സ്റ്റേറ്റ് നിരോധിച്ച ഒരു ലഹരി വസ്തു അയാൾ ഉപയോഗിക്കുന്ന അയാൾ ക്രിമിനലാണ്. കാരണം രാജ്യത്ത് നിയമമുണ്ട്. കള്ള് സ്റ്റേറ്റ് നിരോധിച്ചല്ലോ ഇവിടെ. ഇല്ല. അത് കള്ളു കുടിക്കുന്ന, അതിപ്പോ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അയാൾ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തോട് തെറ്റ് ചെയ്യുന്നു. അയാൾ സ്വന്തത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ശരീരത്തിനോട് തെറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തിനാ അങ്ങനെ മദ്യാക്കണേ? നിങ്ങളിപ്പോ ഒരു ബ്ലേഡ് എടുത്തു, നിങ്ങൾ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ മേൽക്കൂടി വരെയാണ്, എന്താ കുഴപ്പം? നമ്മളെ ശരീരം മുഴുവൻ വേദനിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അതിനിപ്പോ നിങ്ങളെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവോ? നിങ്ങളെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിലിരുന്ന് ബ്ലേഡ് ഇങ്ങനെ വെറുതെ വരഞ്ഞോണ്ടിരിക്കുക തൊലിപ്പുറത്ത്. അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ വെച്ചാൽ അതേപോലെ തന്നെ ഉള്ളതേ. അപ്പൊ തെറ്റാണോ അല്ലേ എന്ന് ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സ്വന്തം ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അത്രേ ഉള്ളൂ. സ്വന്തത്തിന്, നമ്മുടെ ശരീരത്തിൽ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. ഇപ്പൊ നിങ്ങൾ ചെരുപ്പിടാതെ പുറത്തിറങ്ങിയ പോലീസ് പിടിക്കുവോ? ഞാൻ ഷൂ ഇടാണ്ട് വണ്ടി ഓടിച്ചിട്ട് കാശ്മീരിൽ പോലീസുകാർ പിടിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ചെരുപ്പിടാതെ നമ്മൾ പുറത്തു കൂടി റോട്ടിൽ കൂടി ഇറങ്ങി നടന്ന പോലീസ് പിടിക്കുവോ? ഇല്ല. എന്തിനാ ആൾക്കാർ ചെരുപ്പിടുന്നത്? കാല് നല്ല നമ്മൾ നടക്കുന്ന. അത്രേ ഉള്ളൂ. കള്ളു കുടിച്ചു എന്ന് വെച്ചിട്ട് പോലീസ് പിടിക്കൂല. പക്ഷെ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസ് പിടിക്കും, അല്ലേ? അതെ, വണ്ടി പിടിക്കും. കള്ളു കുടിക്കാതെ നടന്നു എന്ന് വിചാരിച്ചാല് ഉണ്ടാവുന്ന ഗുണം, അത് നമ്മളെ ശരീരത്തിനും മനസ്സിനും സമ്പത്തിനും പോക്കറ്റിനും ഒക്കെ ഗുണം ചെയ്യും. നമ്മളെ കുടുംബത്തിന് മനസ്സമാധാനം. ഇങ്ങനെയുള്ള വിവേകം ഉപയോഗിക്കുക എന്നതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ കള്ളു കുടിക്കണം, ഇപ്പൊ നമ്മൾക്ക് കുറച്ച് MDMA വാങ്ങിക്കൊടുത്തിട്ട് കിതാബ് മറിച്ചു നോക്കിയിട്ട് ഇതിൽ ഉപയോഗിക്കണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്തിട്ടല്ല മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഇത് കിതാബിനെ ആശ്രയിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ന് ജീവിക്കുന്ന മനുഷ്യനെ അറിയാം. ഇത് ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം, ഈ കിതാബ് നോക്കിയിട്ട് തെറ്റ് ശരിയും ആലോചിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? കഞ്ചാവ് ഹലാലാണോ ഹറാമാണോ കറാഹത്താണോ എന്ന്, അതേമാതിരി കറുപ്പ് പോലെയുള്ള സാധനങ്ങൾ ഹലാലാണോ ഹറാമാണോ കറാഹത്താണോ എന്ന് പണ്ഡിത ലോകത്ത് കൂലങ്കഷമായ ചർച്ച നടന്നിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടറിയോ? ഈ കിതാബിൽ എഴുതിയതിന്റെ വ്യാഖ്യാനം ആലോചിച്ചിട്ട്. അത് നമ്മളെ ശരീരത്തിന് ദ്രോഹമായ ഒന്നും അങ്ങനെയൊന്നുമില്ല. ശരീരത്തിന് ദ്രോഷം വരുന്ന എല്ലാം ഹറാമാണെന്നൊന്നും ഇസ്ലാമിലില്ല. അത് ഹറാമാണല്ലോ. അല്ല, ആണെന്ന് കിട്ടൂലല്ലോ. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടാ? കള്ള് പോലും പൂർണ്ണാർത്ഥത്തിൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാര് വിധി പറഞ്ഞുണ്ടാക്കുന്നതാണ്. ദൈവം പറഞ്ഞ നിങ്ങളെ ഇന്ന് വിട്ടു നിൽക്കണം എന്നാണ്. അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നൊരു വാദമില്ല, ഖുറാനിലില്ല കേട്ടോ. നിങ്ങളത് വർജിക്കണം എന്നേ ഉള്ളൂ, നിങ്ങൾ ഒഴിവാക്കണം എന്നേ ഉള്ളൂ. ഒഴിവാക്കണം എന്നുള്ള ഉപദേശമാണ്, നിർദ്ദേശമാണ്. നിർബന്ധമായിട്ടുള്ള ഹറാമാണെന്നുള്ള അല്ലെങ്കിൽ അത് നിഷിദ്ധമാണെന്നുള്ള വചനം ഞാൻ ഖുറാനിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടുകൂടി കാണിച്ചു തന്നോളി. പിന്നെ അത് അതിനെ വിശദീകരിച്ച് മനുഷ്യരുണ്ടാക്കിയ നിയമമാണ് മദ്യം ഹറാമാണെന്നുള്ള. ആ മദ്യത്തിന്റെ ഹറാമിന്റെ ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഹറാമാണ് എന്നതിലേക്ക് സൂചന നൽകുന്ന ചില ഹദീസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളിൽ ഖരരൂപത്തിൽ, ഇപ്പൊ സിഗരറ്റ്, പുകവലി ഹറാമാണോ ഹലാലാണോ കറാത്താണോ നിങ്ങൾക്കറിയോ?
അത് കറാഹത്താണെന്നാ പറയുന്നത്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വശം അറിയില്ല. അറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മദ്യവും പുകവലിയും ഒക്കെ ഹറാമാണ്. മീൻസ് ഹറാം എന്നുള്ള വാക്ക് ശരീരത്തിന് ദോഷമായിട്ടുള്ള എല്ലോ. അപ്പൊ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോ ബീഡി വലിക്കാം, സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? പഞ്ഞിയുള്ളത് വലിക്കാമോ? പഞ്ഞിയില്ലാത്തത് വലിക്കാൻ പറ്റുമോ? ഈ ഇതിനകത്ത് പുകയില നിറച്ച് വലിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ നമ്മൾ കഞ്ചാവ് വെച്ച് വലിക്കാൻ പറ്റുമോ? ശരീരത്തിനെ നശിപ്പിക്കുന്ന ഏതൊരു അങ്ങനെ ഒരു ഹറാം ഇസ്ലാമിൽ ഇല്ല. സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്ന എന്തും ഹറാമാണെന്നുള്ളത് ഖുർആനികമായിട്ടില്ല. പിന്നെ പണ്ഡിതന്മാർക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞത് ആ വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നത് കൂലങ്കഷമായ ചർച്ചകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ കറുപ്പോ എന്തോ സാധനം അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഉൽപാദനം, അതിന്റെ വിതരണം, അതിന് ശരീരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മള് തല തല്ലിച്ചാവും എവിടെയെങ്കിലും പോയിട്ട്. അതുപോലത്തെ വ്യാഖ്യാനം എങ്ങനെ മെഡിസിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങക്ക് കിതാബ് വായിച്ചിട്ട് 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു കിതാബ് വായിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ വിധി നിർണ്ണയിക്കുമ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതേ. ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വന്നത് മറന്നുപോയി. പോട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നുമല്ല. അപ്പൊ നമ്മൾ ഒരു പുസ്തകം വാങ്ങി അവയവദാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവയവദാനം ഒരു നന്മയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. പണ്ഡിതന്മാർ ഇതുവരെ തീരുമാനമായിട്ടില്ല. കിതാബ് നോക്കുന്നതിന്റെ പ്രശ്നമാണത്. ഏതൊക്കെ അവയവം കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കാം, ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, ഈ അവയവം കൊടുക്കുന്നവന്റെ മതം, സ്വീകരിക്കുന്നവന്റെ മതം, ഇതൊക്കെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ. ഞാൻ വലിയ കാര്യമായിട്ട് ഒരു കാര്യം എടുക്കുന്നില്ല. മനുഷ്യനാണ്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങള് ഒരു മതത്തിൽ പണ്ട് ഉസ്താദ് പറഞ്ഞു തന്നത് ഇപ്പൊ ഉമ്മാനെ സ്നേഹിക്കണം, ഉമ്മാപ്പാനെ സ്നേഹിക്കണം എന്ന് മതം പ്രത്യേകം പഠിപ്പിക്കൊന്നും വേണ്ട. മതം പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും അത് നൈസർഗികമായിട്ടുണ്ടാവേണ്ടത്. പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ പഴയതിൽ നിന്ന് മാറി ഇന്ന് ഈ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് പഠിക്കേണ്ടതും അത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ മതനിയമങ്ങളെന്നോ മതപുസ്തകങ്ങളിൽ നിന്നോ പറയുന്നത് ആ നാട്ടിലുള്ള ഒരവസ്ഥയിൽ നിന്ന് അവിടുത്തെ മനുഷ്യർ, അന്നത്തെ മനുഷ്യർ, ഈ കിതാബിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത നിയമമാണ്. അതും മനുഷ്യരുണ്ടാക്കിയതാണ്. ഇപ്പൊ നിങ്ങൾ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഖുറാനുള്ളതെല്ലാം മനുഷ്യരുണ്ടാക്കിയ നിയമമാണ്. അത് അന്നത്തെ കാലത്തെ മനുഷ്യരുടെ അറിവ് വെച്ച് അവരുണ്ടാക്കിയ, അവരുടെ കാഴ്ചപ്പാട് വെച്ച് അവരുണ്ടാക്കിയ നിയമങ്ങളാണ്. ഇപ്പൊ മുഹമ്മദ് നബി മദ്യം നിരോധിക്കുന്നതിന് ഘട്ടങ്ങൾ നിങ്ങൾ ഹദീസിലും ഖുറാന്റെ വിശദീകരണങ്ങളിലും അതേപോലെ ചരിത്രങ്ങൾ സീറയിലൊക്കെ വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എന്തായിരുന്നു ആളുടെ പേര്? ഇബ്നു അബ്ബാസ് അല്ലല്ലോ, നബിന്റെ മൂത്താപ്പാന്റെ മകനുണ്ടല്ലോ, ഹംസൻ മുഹമ്മദ് നബിനെ തെറി വിളിക്കാണ്, ഇതിന്റെ അപ്പാന്റെ അടിമയാണ്. ഹംസ മീൻസ് മൂത്താപ്പാന്റെ മകനല്ല, മൂത്താപ്പയുള്ള ഒരു മിനിറ്റ്. നമ്മൾ വ്യഭിചാരം അതുകൊണ്ടൊപ്പം തെറ്റൊന്നുമില്ലല്ലോ. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ വ്യഭിചരിച്ചൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എല്ലാത്തിലും ബാധകമാണിത്. തെറ്റും ശരിയും എങ്ങനെ അറിയോ? അതായത് നമ്മളിപ്പോ നിർബന്ധിതമായിട്ട് കല്യാണം നിക്കാഹൊന്നും കഴിക്കണ്ടല്ലോ. നമുക്കിപ്പോ ഏത് പെണ്ണിന്റെ എപ്പോഴും അവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ നബി ജീവിച്ചത്? ഇസ്ലാമിൽ അങ്ങനെ തന്നെയല്ലേ? നിക്കാവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. നബി എത്ര പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്ത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കി. നിക്കാഹൊന്നും ഇല്ല. എത്രയോ സ്ത്രീകളോടൊപ്പം നിക്കാഹ് ഇല്ലാതെ ജീവിച്ച ആളാണ് മുഹമ്മദ് നബി. അപ്പൊ അതിന്റെ നിർബന്ധമല്ല നമുക്ക് ഇഷ്ടമുള്ള ആളൊപ്പം നമ്മൾ ജീവിക്കാം. നിക്കാഹിന്റെ ആവശ്യമില്ല. നിക്കാഹ് എന്ന് പറഞ്ഞ ചടങ്ങിൽ ഒരു അർത്ഥമില്ല. അതായത് മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാണ്ട് നമ്മളിപ്പോ എത്ര പെണ്ണുങ്ങളൊപ്പം ജീവിച്ചാലും പിന്നീട് അതിന് നമ്മളൊരു സമാധാനം പറയേണ്ട അവസ്ഥയൊന്നുമില്ല. എന്ത് സമാധാനം? ആരോട് പറയണത്? ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ നിക്കാഹ് ചെയ്തിട്ട് എത്ര പെണ്ണുങ്ങളൊപ്പം വേണമെങ്കിൽ ജീവിച്ചൂടെ? അല്ല, അങ്ങനെ ജീവിക്കുന്നവരും 4 കല്യാണം കഴിച്ചു, ആ 4 ശരിയാവില്ല തോന്നി, വേറെ 4 കഴിച്ചൂടെ? മുഹമ്മദ് നബിന്റെ മകൻ ഹസൻ എത്ര കല്യാണം കഴിച്ചു അറിയാം നിങ്ങക്ക്? ഇല്ല. 200-നടുത്ത് കണക്കാണ് മറ്റേതിനകത്തുള്ളത്, ഒരു ഗ്രന്ഥത്തിലുള്ളത്. അവസാനം അലി മിമ്പർമ കയറി പറയത് നിന്റെ മകനെ ആരും പെണ്ണെട്ടിച്ചു കൊടുക്കരുതെന്ന്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഇപ്പം ഇസ്ലാമിൽ 4 പെണ്ണ് വരെ കെട്ടാലോ ഹലാലല്ലേ? അതെ. എന്നിട്ട് എല്ലാരും 4 കെട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കെട്ടുന്നവർ എത്ര ഉണ്ട്? നിക്ക് രണ്ടാമത്തെ കെട്ടുന്നവർ എത്ര ഉണ്ട്? ഒരുപാട് ആൾക്കാർ രണ്ടാമത് കല്യാണം കഴിക്കും. ഞാൻ വരെ ഇപ്പൊ 2ാമത് കല്യാണം കഴിച്ചതാണ്.
അത് തന്നെ ഒരു മോശം കാര്യമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ആൾക്കാർ കാണുന്നത്. അല്ലേ? എന്റെ ഫസ്റ്റ് ഡിവോഴ്സ് ആയി ഞാൻ രണ്ടാമത് അങ്ങനത്തെ അല്ല ചോദിച്ചേ. ഡിവോഴ്സ് ആവുന്നപ്പോ നമ്മളൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതാവുന്നു, നമ്മളെ ബന്ധത്തിൽ നിന്ന് മാറുന്നു, വേറെ കല്യാണം കഴിക്കുന്നു, അതിനെ കുറിച്ചല്ല ചോദിച്ചേ. ഒരു ഭാര്യനെ വീട്ടിലിരുത്തിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വേറെ കല്യാണം കഴിച്ച് വേറെ വീടുണ്ടാക്കി താമസിക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് ഇന്ന് പൊതുവിൽ മനുഷ്യന്മാർ കാണുന്നില്ലേ? ആണ്. ഇത് മോശമായിട്ട് കാണുന്നവര് ഇപ്പൊ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നവൻ ബഹ്റൈനിലേക്ക് വീക്കെൻഡിലേക്ക് പോകുന്നില്ലേ? ദുബായിൽ വർക്ക് ചെയ്യുന്നവൻ കിട്ടുന്ന മസാജ് പാർലറൊക്കെ അന്വേഷിച്ച് പോണില്ലേ? അത് ഇസ്ലാമിൽ ഹറാമായിട്ടൊന്നും അല്ലാത്തോണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർത്തില്ല. എല്ലാരും ഇങ്ങനെ ചെയ്യണ്ടോ? ഇല്ല. ഈ മതവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലല്ലോ. ഇതൊക്കെ വ്യക്തികളുടെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്, ആളുകളുടെ കാഴ്ചപ്പാടാണ്. മനസ്സിലായി? അപ്പൊ നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു മനുഷ്യൻ നിയമപരമാക്കി വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറ്റകരമല്ലാതെ കാണുന്ന കാര്യങ്ങൾ അതുകൊണ്ട് സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് എല്ലാവരും ചെയ്തോളണം എന്നൊന്നുമില്ല. ഇപ്പം മദ്യം ഹലാലാണ്. ഇപ്പൊ എനിക്ക് നമ്മളെ നാട്ടിലൊക്കെ മദ്യം കിട്ടും, ബാറുകളുണ്ട്. എനിക്ക് അള്ളാഹിൽ വിശ്വാസമില്ല, ഖുറാനിൽ വിശ്വാസമില്ല, ഒരു മതഗ്രന്ഥത്തിൽ വിശ്വാസമില്ല. ഞാനും ബാർ അന്വേഷിച്ച് നടക്കാറില്ല. കാരണം മദ്യത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കാറില്ല. അത് എനിക്ക് ഹറാമായതുകൊണ്ടെന്നല്ലല്ലോ. അത് വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റിയാണ്, വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്, വ്യക്തിപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത്. പിന്നെ അത് തെറ്റാവോ കുറ്റാവോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ അപ്രസക്തമാണ്. നമ്മൾ അങ്ങനെ ചെയ്യണോ വേണ്ടേ നമ്മളാ തീരുമാനിക്കുന്നത്. ഒരാളിപ്പോ അങ്ങനെ ചെയ്യണം തീരുമാനിച്ചാൽ നിയമപരമായി തെറ്റല്ലാത്ത കാലത്തോളം അയാൾ അങ്ങനെ ചെയ്തു നടക്കും. അയാൾക്ക് അയാളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും അയാളെ കുറിച്ച് സമൂഹത്തിനുള്ള കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും. അത് അയാളെ പൊതുവിൽ സാമൂഹിക ജീവിതത്തിന് ബാധിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്ന വെച്ചാൽ നമ്മൾ നിലവിൽ ജീവിക്കുന്ന ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമത്തെ സംവിധാനത്തിനെയും മാത്രമേ അംഗീകരിക്കും. അതാണ് നമുക്ക് ബാധ്യതയുള്ളൂ. അല്ലാണ്ട് വേറെ ബാക്കിയുള്ളതെല്ലാം വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഇപ്പൊ മദ്യം അനുവദനീയമായ ഒരു നാട്ടില് കള്ള് കുടിക്കണോ കുടിക്കണ്ടേ വ്യക്തിപരമായിട്ട് എടുക്കുന്ന തീരുമാനം തന്നെയാണ്. അത് നമ്മൾ ആണെന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ ബേജാറാവണ്ട. വ്യക്തിപരമായിട്ടാണ് ആൾക്കാർ കള്ള് കുടിക്കണോ കുടിക്കണേ തീരുമാനിക്കുന്നത്. ഹറാമും ഹലാലും അല്ല. ഹറാം ആണെന്ന് പേടിച്ചിട്ട് കള്ളു കുടിക്കാത്ത പോലും ഉണ്ടാവും. പക്ഷെ ഓന് ഉള്ളുകൊണ്ട് ഒരു കള്ളുടിയനാണ്. മനസ്സിലായോ? ഓന് ആഗ്രഹമുണ്ട്, പക്ഷെ ഓൻ കുടിക്കുന്നില്ല. ഓന് പേടിയാണ്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതിപ്പോ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ വ്യക്തിപരമായിട്ടാണ് ക്വാളിറ്റി. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തിയിലെ നിക്ഷിപ്തമാണ്. അയാളാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഒരു ജനസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ജനസമൂഹത്തിന് പൊതു ധാർമ്മികത പുലർത്തി പോകാൻ അയാൾ ബാധ്യസ്ഥനാകും. അതിന് അയാളെ നിർബന്ധിക്കാനും അയാളെ നിയന്ത്രിക്കാനും ആ രാജ്യത്ത് ആ ദേശത്ത് നിയമ സംവിധാനങ്ങളുണ്ടാവും, രാഷ്ട്രീയ നിയമങ്ങളുണ്ടാവും. അത് മറ്റെല്ലാ മനുഷ്യരുടെയും പൊതുവായ സമാധാനത്തോടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ജനസമൂഹവും നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിയമപുസ്തകങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത ചില നിയമപുസ്തകങ്ങൾ മാത്രമാണ് ചില മതഗ്രന്ഥങ്ങൾ. ഉദാഹരണത്തിന് ഖുർആൻ പോലുള്ള സാധനങ്ങൾ. നിയതമായ ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്തൊരു നാട്ടില് ആ ഒരു ചട്ടക്കൂട് പോലെ ഇസ്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു അതൊരു വലിയ ഗോത്രം ഉണ്ടാക്കിയിട്ട് ആ ഗോത്രത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ആ ഗോത്രത്തിന് പുറത്തുള്ള മനുഷ്യരോട് ഉള്ള നിയമങ്ങൾ എഴുതി വെച്ചൊരു പുസ്തകമാണ്. അത് ഇന്നത്തെ കാലത്ത് അപ്രസക്തമാണ്. കാരണം മനുഷ്യർ ഇന്ന് ആഗോള മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. ഗോത്ര കൺസെപ്റ്റ് ഒക്കെ തകർന്നു പോയി. ഗോത്ര കൺസെപ്റ്റ് ഇല്ലാതായപ്പോ തന്നെ കാലാരണപ്പെട്ടു പോയ ഒരു മതമാണ് ഇസ്ലാം. ആ ഗ്രന്ഥവും അതാണ് ആ കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. ബാക്കി സന്തോഷമായിട്ട് ജീവിച്ചപ്പോ നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ കള്ളും കഞ്ചാവൊന്നും ഉപയോഗിക്കാതെ സമാധാനത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾക്ക് നല്ല സമാധാനത്തിൽ മനസ്സമാധാനത്തിൽ ജീവിക്കാം. നിങ്ങളെ കുട്ടികളും കുടുംബവും കൂടെ ഉണ്ടാവും സമാധാനത്തിൽ സന്തോഷത്തില്. അതിന്റെ സന്തോഷം നിങ്ങൾക്കാണുള്ളത്. ഭക്തിയും ആരാധനയും ഒന്നും നമ്മളെ ജീവിതത്തിൽ ഭക്തി ആരാധനയും മനുഷ്യനെ അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കും. വിവേകമാണ് വേണ്ടത്. വിവേകവും ചിന്തയാണ് വേണ്ടത്. ഭക്തിയും ആരാധനയല്ല വേണ്ടത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും വിവേകവും ആണ് മനുഷ്യന് അത്യാവശ്യം. ആയിക്കോട്ടെ. അറിവ് നമ്മളതിന് സഹായിക്കും. ഓക്കെ. എന്തായാലും നിങ്ങളൊന്ന് ഇത് ചെയ്യണേ. പോസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്നാ ശരി.